വെൽക്കം ടു ജമീല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ബീഫ് പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 250 ബീഫ് എടുത്ത് നല്ലോണം മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതാക്കി പീസാക്കി എടുക്കാം. നമ്മളിനി മസാല ഉണ്ടാക്കുകയാണ്. ബീഫ് പോളയ്ക്ക് ഇതാക്കുന്നത് ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ പാരുക. ഫാൻ ചൂടായി ഇനി വെളിച്ചെണ്ണ പാരുക അത് മസാല ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ച 5 സവോള, ചെറിയതാണ്, മീഡിയം സൈസ്, ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള വേഗം ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ ഉള്ളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ചെറുതാക്കി അരിഞ്ഞ് വെച്ച 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചച്ച മാറാനുള്ള വേണ്ടി ഇളക്കി കൊടുക്കാം. ഇനി 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതാക്കി ഇതാക്കിയിട്ടുള്ള ബീഫ്, കട്ട് ചെയ്തിട്ടുള്ള ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം, മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി. നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് മസാല ഇതാക്കുന്നത് 3 മുട്ട പൊട്ടിച്ച് പാരാം മിക്സിൻ്റെ ജാറിലേക്ക്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇനി 1 സ്പൂണ് കുരുമുളക് പൊടി കൂടി, കുറച്ച് ഉപ്പ്. ഇനി നമ്മൾ ചേർക്കാനുള്ളത് മൈദയാണ്. 1 കപ്പിന് മൈദ, 250 ml. ഇനി നമ്മൾ ഇതാക്കുന്നത് 1 സ്പൂൺ വെച്ചൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കൊന്ന് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇനി നമ്മൾ അതിൽ നെയ്യ് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോളേക്കുള്ള മാവ് പാർന്ന് കൊടുക്കാം. ഇനി നമുക്ക് മസാല ഇതിലേക്ക് പോളേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തത് പാർന്ന് കൊടുക്കാം. പിന്നെ മുകളിൽ ഇനി വീണ്ടും ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെക്കാം. ഒരു 30 മിനിറ്റ് വരെ അടച്ചു വെക്കാം.